പഹൽഗാം എന്ന് പറയുന്ന വളരെ മനോഹരമായ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവെപ്പിൽ 127 ആളുകൾ മരണപ്പെട്ടു. നമ്മളെല്ലാവരും അഗാധമായി ദുഃഖിക്കുകയും കൊല്ലപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുകയും ചെയ്യുകയാണ്. പക്ഷെ ഈ വിഷയം പലപ്പോഴും നമ്മൾ കാണുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത്, ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരിലാവുകയും ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം അതിനെ ഒന്ന് ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്, എന്തോ ഇതിന്റെയൊക്കെ ഒരു മൊത്ത ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടുന്ന ഒരു സ്ഥിതി ലോകത്തെ ഓരോ മുസ്ലിമിനും ഓരോ വിശ്വാസിക്കും നൽകുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ വേണമെങ്കിൽ എവിടെ വെച്ചു എങ്ങനെ വെച്ചു എന്തും ചെയ്യാം, പച്ചക്ക് തച്ചു കൊന്നാലൊരു പ്രശ്നമല്ല, ഇതൊരു പ്രത്യേകതരം സമൂഹമാണ് എന്നൊരു തരം നരേഷൻ വളരെ ശക്തമായി നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇഞ്ചിഞ്ചായി ഭരണകൂടങ്ങളും വ്യത്യസ്തരായ ആളുകളുമൊക്കെ കൊല്ലുന്നതിന്റെയും ഇരകളാക്കുന്നതിന്റെയും ഒക്കെ ഒരു ന്യായീകരണമായി ഇതുപോലത്തെ അറ്റാക്കുകളെ വിവരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ നമുക്ക് വിവിധ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഘട്ടങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരാളെ ഒരു തോക്കെടുത്ത് കൊല്ലുന്നതല്ല. നമ്മള് ഒരു അപകടം സംഭവിക്കും വിധം അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്തു കൂടെ അവിടുത്തെ ഒരു നിശ്ചിത ദൂരവും അവിടുത്തെ ഒരു നിശ്ചിത വേഗതയും ഒന്നും പരിഗണിക്കാതെ ഒരാൾ വണ്ടി ഓടിച്ചാൽ ആ വണ്ടി ഓടിച്ച് നടത്തുന്ന കൊലപാതകം പോലും, ആ വണ്ടി ഓടിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് പോലും കൊലപാതകമാണെന്നും അത് മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന്റെ ഗണത്തിൽ പെടുമെന്നുമൊക്കെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തത് കാണാൻ പറ്റും. മനസ്സിലായില്ല? ഒരു നിശ്ചിത വേഗതയിൽ മാത്രം വണ്ടി ഓടിക്കേണ്ട ഒരു സ്ഥലത്തൂടെ ആ വേഗതയെക്കാളും വേഗതയിൽ വണ്ടി ഓടിച്ച് ഒരാൾ ആക്സിഡന്റ് ഉണ്ടാക്കിയാൽ, അയാൾ മരിച്ചാൽ അത് ആത്മഹത്യയാണെന്നും, അതല്ല അയാളുടെ കൈകൾ കൊണ്ടാണ് മരണം സംഭവിക്കണമെങ്കിൽ അത് കൊലപാതകമാണെന്നാണ്. അല്ലാതെ മുഖമൊക്കെ കെട്ടി നീ ഏത് മില്ലത്തിലാണെന്ന് ചോദിച്ച്, കെലിമ അറിയോന്ന് ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ചല്ല. നോർമലി ഒരു വ്യക്തി ഇതൊന്നും ഉദ്ദേശിക്കാതെ അയാളുടെ അശ്രദ്ധ കൊണ്ടും അയാളുടെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടും സംഭവിക്കുന്ന വിഷയങ്ങളിൽ പോലും അത്രയും കടുത്ത സമീപനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമും ഇസ്ലാമിന്റെ വേദപ്രമാണങ്ങൾ എടുക്കുന്നത്. എന്നിട്ട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്ന മതത്തെയും ആശയത്തെയുമാണ് ഇതുപോലെയുള്ള കൊലപാതകങ്ങളുടെ പ്രതിസ്ഥാനത്തേക്ക് യഥാർത്ഥത്തിൽ വലിച്ചു കെട്ടുന്നത്. നിങ്ങൾ നോക്ക്, ഇപ്പോ സൗദി അറേബ്യയിലൊക്കെ തന്നെ ഇസ്ലാമിക കോടതികൾ വിധിച്ച ചില ശിക്ഷാവിധികൾ നമുക്കറിയാലോ. മലയാളിയായ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ വിധിച്ച വിധി നമുക്കറിയാം. അയാളുടെ കരങ്ങളാൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ്. ആ കൊല ചെയ്യപ്പെട്ടത് അയാൾക്ക് കയ്യബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് പറയുന്നു. എന്നാൽ ആ കോടതി രേഖകളൊക്കെ കൃത്യമായി വായിക്കുമ്പോൾ അയാൾ അത് വേറൊരാളുടെ പേരിൽ ആരോപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പുറത്തെ വെപ്രാളത്തിൽ ചെയ്തതായിരിക്കും. വേറൊരാളെ പ്രതിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിചാരണ വേളയിൽ അയാൾ കുറെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്റെ കൈകളാൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ആ ജീവന്റെ വിലയായിട്ടാണ് യഥാർത്ഥത്തിൽ ആ സംഖ്യ കുടുംബവുമായി നിശ്ചയിച്ചു വെച്ചത്. ചുരുക്കത്തിൽ ഇസ്ലാമിക സമൂഹം ഇത്രയും കടുത്ത സമീപനം ഇതുപോലത്തെ വിഷയങ്ങളിൽ എടുക്കുന്നതിന്റെ കാരണം വളരെ കൃത്യമാണ്. ആ കാരണം നമുക്ക് ശരിയാം വിധം പറയാൻ പറ്റും. ആ കാരണം വിശുദ്ധ ഖുർആൻ പറയാണ്, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഒരു ജീവിയെ, ഒരു വ്യക്തി കൊല്ലുന്നതിനെ വളരെ ശക്തമായ നിലക്ക് ഇസ്ലാം കണിശമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ 10-11 പോയിന്റുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊലപാതകത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. കൊലപാതകം ഏത് നിലക്ക് നടക്കുന്നതാണെങ്കിലും ആ കൊലപാതകത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങൾ വരൂ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരാം. അല്ലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ സേവനം ചെയ്യണം. വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ്, തിന്നാൻ കൊടുക്കാൻ ഉണ്ടാകൂല എന്ന് വിചാരിച്ചിട്ട് ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. നഹ്നു നർസുഖുക്കും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കുമൊക്കെ ഭക്ഷണം തരുന്നത് ഞാനാണ്. വലാ തഖറബുൽ ഫവാഹിഷ, നിങ്ങൾ മ്ലേച്ഛതകളുടെ അരികത്ത് പോലും പോകരുത്. മാ ലഹറ മിൻഹാ വമാ ബത്തൻ, പബ്ലിക് നിങ്ങൾക്ക് മ്ലേച്ഛതയെന്ന് പൊതുവായി തോന്നുന്നതും അല്ലാത്തതുമായ ഒന്നിലേക്കും നിങ്ങൾ പോകരുത്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കൊല ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഉള്ളതല്ലാത്ത ഒരു ജീവനെയും നിങ്ങൾ കൊന്നുകളയരുത്. കൊല ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളുള്ളത് ഏതാണ് ഞാൻ പറയാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കണിശമായി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവൻ എടുക്കുക എന്നത് നിഷിദ്ധങ്ങളുടെ പട്ടികയിൽ പ്രഖ്യാപിച്ച് മനുഷ്യനെ വിളിച്ചു വരുത്തി പഠിപ്പിച്ച ഏക വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്.
ആ ഒരു സമൂഹത്തിന്റെ നേരെയാണ് ലോകത്ത് ആര് ഏത് ചങ്ങാതി എന്ത് ചെയ്താലും അതിന്റെ ഉത്തരവാദിത്തം പലപ്പോഴും നൽകപ്പെടാറുള്ളത് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ അഭയം നൽകപ്പെട്ട ഒരു വ്യക്തി, ആ അഭയം നൽകപ്പെട്ട ഒരു വ്യക്തിയെ പിന്നീട് ആ മനുഷ്യൻ തന്നെ കൊല്ലുകയാണെന്ന് വിചാരിച്ചോ? ഇവൻ ചതിയനായി വന്നതാന്നൊക്കെ വിചാരിച്ചിട്ട് ആണ് കൊന്നു എന്ന് വിചാരിച്ചോ? അതിനെക്കുറിച്ച് എന്താ പറയണത്? ഇവിടെ ആണ് പെണ്ണ് മുസ്ലിം കാഫിർ എന്നൊന്നുമില്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. ഒരാൾക്ക് അഭയം നൽകി, പിന്നീട് അഭയം നൽകിയതിനു ശേഷം കൊന്നുകളഞ്ഞാൽ അന്ത്യദിനത്തിൽ അവന്റെ പിന്നിൽ, അവന്റെ മൂട്ടിൽ എന്ത് ചെയ്യും? ഒരു പതാക സ്ഥാപിക്കുന്നതാണ്. ജനകോടികൾ തിരിച്ചറിയണം, അഭയം നൽകി വിളിച്ചു വരുത്തി കൊണ്ടുപോയി കൊന്നതാണിവൻ എന്നതിന് രേഖയായി ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ കാണണം, നോക്കണം, ഈ ചതിയെ തിരിച്ചറിയണം. ഇതാണ് കൊലപാതകത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം എടുത്ത കണിശമായ സ്റ്റാൻഡ്. എന്നിട്ട് ഇതുപോലത്തെ സ്റ്റാൻഡ് സ്വീകരിച്ച ഒരു സമീപനം സ്വീകരിച്ച ഒരു മതവും ലോകത്തില്ലെന്നിരിക്കെയാണ് മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരിൽ ഇതുപോലത്തെ എല്ലാ അറ്റാക്കുകളുടെയും ടാഗുകൾ ചില ആളുകൾ നൽകുന്നത്. ഇതുപോലത്തെ മനസ്സ് സൂക്ഷിക്കുന്നവൻ സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും കണ്ടില്ല, അതിനെതിരിലൊന്നും പ്രതികരിച്ചില്ല, അതോടുകൂടെ എന്താ നിങ്ങൾ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ച് ഒരു പ്രത്യേകതരം ആളുകൾ ഇറങ്ങാണ്. ഇഞ്ചിഞ്ചായി ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹം മോബ് ലെഞ്ചിങ്ങിന് വിധേയമാക്കപ്പെടുമ്പോഴും, ഇശാഇന് നിസ്കരിച്ച പള്ളി സുബഹിക്ക് ചെല്ലുമ്പോൾ നിരത്തി അവിടെ ഇല്ലാതാക്കപ്പെടുമ്പോഴും ആരും ഇത്തരം പ്രതികരണങ്ങളുമായി വരുന്നത് പലപ്പോഴും നമ്മൾ കാണാറില്ല. ഇനി മാത്രല്ല, വിശ്വാസി ആഗ്രഹിക്കുന്നത് സ്വർഗാണ്. കൊലപാതകത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ മൂന്നാമത്തെ സമീപനം എന്താണെന്നറിയോ? വിശ്വാസിയായി ജീവിച്ച് സ്വർഗം കിട്ടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബോധപൂർവം കൊല നടത്തുന്ന ഒരു വ്യക്തി, ഉമയ്യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, ബോധപൂർവം ഒരു വിശ്വാസിയെ കൊന്നുകളയുന്ന വ്യക്തി, ഫജസാഉഹു ജഹന്നം, അവനുള്ള പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹ, അതിൽ നിന്ന് അവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപം അവനുണ്ട്. വലഅനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിച്ചിട്ടുണ്ട്. വഅദ്ദ ലഹു അദാബൻ അദീമ, ശക്തമായ ശിക്ഷയും അവനുണ്ട്. അപ്പോ നരകമുണ്ട്, റബ്ബിന്റെ കോപമുണ്ട്, റബ്ബിന്റെ ശാപമുണ്ട്, അവനുള്ള പ്രത്യേക ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതടക്കം ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞത് മുഅ്മിനൻ, വിശ്വാസിയെ കൊന്നവൻ എന്നാണ്, അല്ലെ? അപ്പോ കാഫിറിനെ കൊല്ലാൻ പറ്റുന്നതാണോ? കാഫിറിനെ കൊല്ലാൻ കഴിയുന്നതാണോ? അയ്യുമ റജുലിൻ അമ്മന റജുലൻ അലാ ദമിഹി സുമ്മ ഖതലഹു ഫഅന മിനൽ ഖാതിലി ബരീഉൻ വഇൻ കാനൽ മഖ്തൂലു കാഫിറൻ. മഹാനായ ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹുൽ ജാമിഇൽ, സഹീഹു തർഗീബ് വ തർഹീബിലൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അയ്യുമാ റജുലിൻ അമ്മന റജുലൻ അലാ ദമിഹി സുമ്മ ഖതലഹു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സുരക്ഷിതത്വം നൽകും, ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു പറഞ്ഞു, എന്നിട്ട് ആ വ്യക്തിയെ കൊന്നുകളഞ്ഞാൽ ഫഅന ബരീഉൻ ഫഅന മിനൽ ഖാതിലി ബരീഉൻ, ആ കൊന്നവനും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. വഇൻ കാനൽ മഖ്തൂലു കാഫിറൻ, കൊല ചെയ്യപ്പെട്ട വ്യക്തി കാഫിറാണെങ്കിലും. ജാതി നോക്കിയിട്ടല്ല കത്തി പൊക്കണതും ഇറക്കണതൊക്കെ, മറിച്ച് വിശ്വാസിയുടെ കാര്യം പറയുമ്പോ വിശ്വാസിക്ക് വിശ്വാസിയോട് കൂടുതൽ സ്നേഹവും ഇഷ്ടവും കടപ്പാടൊക്കെ ഉണ്ടാകണം. അങ്ങനെയല്ലേ? അയൽപക്കത്തെ ഒരാളും നമ്മളെ വീട്ടിലൊരാളും തമ്മിൽ ഒരു മാനസികമായ ദൂരം ഉണ്ടാകും, അല്ലെ? അതേപോലെ തന്നെ വാപ്പയും മോനും, അതുപോലെ തന്നെ വാപ്പയും എളാപ്പയും തമ്മിൽ, അല്ലെ? വാപ്പാനോടുള്ള ബന്ധത്തിൽ കുറഞ്ഞൊരു വ്യത്യാസം എളാപ്പാനോടുണ്ടാകും. അതൊക്കെ മനുഷ്യന്റെ മാനസിക ബന്ധത്തിന്റെ അടുപ്പത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അത് വിശ്വാസികളാകുമ്പോൾ അത് കൂടുതൽ കനത്തിലും കടുപ്പത്തിലും ഉണ്ടാകുന്നു മാത്രം. അതുകൊണ്ട് ജാതിയും മതവും തിരിച്ച് കൊല്ലുന്ന മസ്അല ഇസ്ലാം എവിടെയും യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടില്ല. മാത്രല്ല, നാലാമത്തെ കാര്യം എന്താ അറിയോ? ഇത് വൻ പാപങ്ങളിൽ എണ്ണി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്താപത്തിന്റെ കരങ്ങളുമായി ചോദിക്കലും പറയലുകളുമായി മാത്രം ചെന്നാൽ പുറത്തു കിട്ടുന്ന പാപങ്ങളായിട്ടാണ് എണ്ണിയത്. ഇജ്തനിബു സബഅൽ മുബിഖാത്ത്, നിങ്ങൾ 7 വൻ പാപങ്ങളെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ? ഒന്ന് ഖത്ലുൻ നഫ്സി, ഒന്ന് ജീവനുള്ള മനുഷ്യനെ കൊന്നുകളയുന്നത് വൻ പാപങ്ങളിൽ ഉൾപ്പെടുത്തി എണ്ണിയിരിക്കുകയാണ്. വൻപാപങ്ങളിൽ ഉൾപ്പെടുത്തി എണ്ണിയതാണ്. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ? അഞ്ചാമത്തെ കാര്യം, ഇതുകൊണ്ടൊരു നേട്ടം ഉണ്ടാവൂല, രാജ്യത്തിനുണ്ടാവൂല, സമൂഹത്തിനുണ്ടാകൂല. ആൾക്കാർ പേടിച്ചിട്ട് എന്തോ ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നതിൽ ഒരു കാര്യമല്ല. നമ്മൾ ഇടക്കൊന്ന് വയറ്റത്ത് കത്തി കയറ്റിയാൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയൂ. ഇങ്ങനത്തെ ചിന്തൊന്നും ആർക്കും ആവശ്യമല്ല കേട്ടോ. കുറച്ചൊക്കെ തിരിച്ചു കൊടുക്കണം എന്നാ തന്നെ ആകുള്ളൂ എന്നുള്ള ചിന്തയൊന്നും ആർക്കും ആവശ്യമില്ല. കാരണം എന്താ?
എന്താ? ആദം അലൈഹി ഇസ്ലാമിന്റെ ഒരു മോൻ മറ്റേ മോനെ കൊന്നതിനെ കുറിച്ച് പറയാണ്. അവന് തന്റെ സഹോദരനെ കൊല്ലണമെന്ന് തോന്നി. ഫഖതലഹു, അങ്ങനെ കൊന്നു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അയാൾ എന്നേക്കും നഷ്ടകാരികളിൽ പെട്ടു. അപ്പൊ കൊല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തലത്തിൽ നേട്ടമായി വിശ്വാസിക്കോ വിശ്വാസികൾക്കോ സമൂഹത്തിനോ ഒന്നും വരാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ എങ്ങനെ വെളുപ്പിച്ചാലും വെളുക്കൂല, എങ്ങനെ വിളിപ്പിച്ചാലും വെളുക്കൂല. അവരെ നമ്മൾ അങ്ങോട്ട് വെട്ടുമ്പോ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കണ്ടേ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. അത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വിചാര. അതിനെ നമ്മൾ പ്രമാണമായിട്ട് കണക്ട് ചെയ്യണം. ഈ പ്രമാണം എന്ന് പറയുന്നത് ഒരിക്കലും നിസ്കരിക്കാനോ നോമ്പോൽക്കാനോ ഒളുവിന്റെ ശർത്തും ഫർളും നിശ്ചയിക്കാനും മാത്രമുള്ളതൊന്നല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലേക്കുള്ളതാണ്. നമ്മളുടെ കാഴ്ചപ്പാടിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ആ കാഴ്ചപ്പാടുകളെ പ്രമാണങ്ങളുമായി ചേർത്ത് വെച്ച് നമ്മൾ തിരുത്തണം. അങ്ങനെ ചെയ്തവൻ, അതാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, അല്ലാഹുവിനെ റസൂലിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഉലുൽ അംരി മിൻകും, നിങ്ങളെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, എന്നിട്ട് നിങ്ങൾക്കിടയിൽ മതപരമായ ഒരു വിഷയത്തിൽ തർക്കമുണ്ടെങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്ന് പഠിപ്പിച്ചത് അതാണ്. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. വഅഹ്സനു തഅവീല, അതിനാണ് ശരിയായ പര്യാവസാനം ഉണ്ടാവുക എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം അതേ നാണയത്തിലെ തിരിച്ചടിയാണ് എന്നത് ഒരു അസ്ലുമില്ലാത്ത കാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ആറാമത്തെ കാര്യം എന്താ? മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്നാണ്. ഒരു വ്യക്തിയെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. 800 കോടി മനുഷ്യനെ കൊന്നവനെ പോലെയാണ്. 800 കോടി മനുഷ്യരെ കൊന്നവനെ പോലെയാണ്. മിൻ അജലി ദാലിക, ഈ കാരണത്താൽ കതബനാ അലാ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകളുടെ മേൽ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരുന്നു, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി, ഒരാൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊല്ലുകയോ ചെയ്താൽ ഫകഅന്നമാ ഖതല നാസ ജമിഅ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. വമൻ അഹ്യാ, വല്ലവനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാലോ ഫകഅന്നമാ അഹ്യൻ നാസ ജമിഅ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ് എന്നാണ്. ഇവിടെ നമുക്ക് കാണാവുന്ന ഖുർആന്റെ പ്രയോഗങ്ങളിൽ കാണാവുന്ന ഒരു കാര്യം എന്താ? അനർഹമായി ഒരാളെ കൊന്നാൽ എന്നൊരു പ്രയോഗം കാണാം. അപ്പൊ അർഹമായ കൊലയുണ്ടോ? അർഹമായ കൊലയുണ്ട്. അതെപ്പോഴാ? ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദ സലാസ്, മൂന്നാലൊരു കാരണം കൊണ്ട് മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. ഒന്ന്, അസ്തയ്യിബു സാനി, വിവാഹിതനായിട്ട് വ്യഭിചരിച്ച വ്യക്തി. വന്നഫ്സു ബിന്നഫ്സ്, ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലൽ. വതാരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഭദ്രതയെ തകർക്കും വിധം പുറത്തേക്ക് പോയ ഒരു വ്യക്തി. ആ 3 ഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ കൊലയുണ്ട് എന്നാണ്. എങ്കിൽ ഈ കൊല ഓരോ സിവിലിയൻസും നടത്തേണ്ടതാണോ? എന്നെ ആരോ കൊന്നു, അപ്പൊ എന്റെ വാപ്പ കൊടുവാൾ എടുത്തിട്ട് ഇറങ്ങിയിട്ട് കൊല്ലേണ്ടതാണോ? ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ എന്റെ വാപ്പയെ വിചാരണ ചെയ്തിട്ട് എന്റെ വാപ്പാക്ക് കൊലപാതകം വിധിക്കും. നേരെ തിരിച്ച് എന്റെ കുടുംബത്തിന് ചെയ്യാൻ പറ്റുക എന്താ? എന്റെ കുടുംബത്തിന് ചെയ്യാൻ പറ്റുക ഇസ്ലാമിക കോടതിയെ സമീപിക്കാം. ഇസ്ലാമിക കോടതി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും, വക്കീലിനെ വെച്ച് തരും, വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. ഒരു ഉറുപ്പ്യ ചെലവുണ്ടാവില്ല. നമ്മുടെ നാട്ടിലത്തെ മാതിരിയല്ല, ഒരു ഉറുപ്പ്യ ചെലവുണ്ടാവില്ല. കൃത്യമായി വേറെ വാസ്തുതകളൊന്നുമില്ല. നമ്മളിപ്പോ ആധുനിക കാലത്ത് സൗദി അറേബ്യയിൽ നടന്ന എത്ര കൊലകളുണ്ട്, എത്ര കഴുത്തുവെട്ടലുകളുണ്ട്. ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, നമ്മൾ കണ്ടാൽ വൈകാരികമായി പോണ ഒരു വീഡിയോ. ഒരു പയ്യൻ, അവൻ കുറച്ചൊരു അഭ്യാസമൊക്കെ കാണിച്ചിട്ട് വാഹനം ഓടിച്ചപ്പോ വേറെ ഒരു കുട്ടി മരിച്ചു. ഈ മനുഷ്യനുള്ള ആകെ കുട്ടിയാണ്. അപ്പൊ അവസാനം കോടതി ഇവനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോ ആ ഗോത്രം മുഴുവൻ അവരുടെ സ്വർണവും അവരുടെ സമ്പത്തും അവരുടെ ആധാരവും സർവവും കൊണ്ട് ഈ മനുഷ്യന്റെ മുന്നിൽ വന്നു, വാതിൽക്കൽ വന്നു. ഇത് മുഴുവൻ തരാം, ആ ജീവൻ തരൂ എന്ന് പറഞ്ഞിട്ട്. ഇസ്ലാമിക കോടതിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിട്ടുവീഴ്ച ചെയ്യാത്തിടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റൂല. എത്ര വലിയ മന്ത്രിമാരുണ്ട്, എത്ര ഭരണാധികാരികളുണ്ട്. നമ്മളെ നാട്ടിൽ എന്തെല്ലാം മാനിപ്പുലേഷൻ നടക്കും. കേസൻ എടുക്കൂല, കേസൻ വിളിക്കൂല, ആളാണ് കഥ കഴിയണത് വരെ അവിടെ കടക്കും, അല്ലെ നടക്കുക. ഇത് വലിയ ഗോത്രാണ്, സൗദി അറേബ്യയിലെ വലിയ, ഞാൻ മുത്തറസൂല്ലാന്റെ കാലത്തെ കാര്യമൊന്നല്ല പറയണത്. ഇനി വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ദിയ നിശ്ചയിച്ചു. ഒരാൾ പറയണം, നിങ്ങൾ ഒരു 500 കോടി ഉറുപ്പ്യ തന്നളി എന്ന് പറഞ്ഞാല് എന്താ ചെയ്യാറ്? ഇസ്ലാമിക ഭരണകൂടം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരവസരം ബന്ധുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ബന്ധുക്കൾ മാത്രം തിരിച്ചാല് പൈസ ആകൂല. അതുകൊണ്ട് ഇതിലേക്ക് എല്ലാവരും ചെയ്യണം. ഇസ്ലാമിനെ പോലെ ഈ വിഷയത്തിൽ സ്റ്റാൻഡ് എടുത്ത, ഇസ്ലാമിനെ പോലെ ഈ വിഷയത്തിൽ കൃത്യത വരുത്തിയ, ഏട്ടിൽ കിടക്കണതല്ല പറയണേ. ഏട്ടിലൊന്ന് കിടക്കുക, നാട്ടിലൊന്ന്, അതല്ല. ഭരണഘടനയിൽ ഒന്നുണ്ടാകും, എന്നിട്ടോ പൗരന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് വേറെ ആയിരിക്കും. അതല്ല ഇവിടുത്തെ വിഷയം. ഭരണഘടനയാകുന്ന വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണോ അത് അപ്പടി നടപ്പിലാക്കപ്പെടുകയാണ്.
അത് അപ്പടി നടപ്പിലാക്കപ്പെടുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വലിയ ഗോത്രം, നാട്ടിലെ പ്രവാചകന്റെ കാലത്തെ വലിയ ഗോത്രത്തിൽ ഒരു സ്ത്രീ മോഷ്ടിച്ചപ്പോ കൈവെട്ടണം എന്നാണ് വിധി. അപ്പോ ഗോത്രക്കാരെല്ലാരും കൂടി പ്രവാചകന്റെ വളർത്തുപുത്രൻ സെയ്ദിന്റെ അടുത്ത് വന്നു. നിങ്ങൾ പറഞ്ഞ നബി കേൾക്കും, ഒന്ന് ഒഴിവാക്കി തരാൻ പറയണം, എന്തു വേണമെങ്കിലും ചെയ്യാം. അപ്പൊ സെയ്ദ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനല്ലേ, നബിന്റെ അടുത്ത് പോയി പ്രവാചകന്റെ മുഖം തുടുത്തു. പ്രവാചകൻ മിമ്പറിൽ കയറി ലോകത്തോട് പറഞ്ഞു, മാനവതയോട് പറഞ്ഞു, മനുഷ്യരോട് പറഞ്ഞു, പ്രതിപ്പട്ടികയിൽ ചേർത്ത് നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയുടെ ചരിത്രത്തിന്റെ പ്രൗഢമായ ആരംഭമാണ് ഞാൻ പറയുന്നത്. എന്റെ മോള് ഫാത്തിമ കെട്ടാലും ഇതായിരിക്കും ഇവിടുത്തെ വിധി. ഇവിടെ വ്യക്തിക്കനുസരിച്ച് വിധിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരാളെ കൊല്ലുമ്പോൾ, ഒരാളെ കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്നാണ്. ഇവിടെയൊക്കെ ഖുർആൻ നടത്തിയ പ്രയോഗങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവകാശമില്ലാതെ കൊല്ലുക എന്നാണ്. അവകാശമില്ലാതെ കൊല്ലുക എന്നത് അവകാശം ഉണ്ടാകുക ഈ 3 ഘട്ടങ്ങളിൽ മാത്രം. വ്യഭിചരിച്ച വ്യക്തി, അയാളെ വിചാരണയ്ക്ക് ശേഷം ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യണത്? കോടതിയാണ് കൊല്ലുന്നത്. കോടതിയാണ് അയാളെ കൊല്ലുന്നത്. അയാൾ എറിഞ്ഞു കൊല്ലും. മനസ്സിലായില്ലേ? എപ്പോഴാണ് എറിഞ്ഞു കൊല്ലുന്നത്? ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പോ ഞാൻ അതിൽ രാത്രി 12 മണിക്ക് പോകുമ്പോ പള്ളിന്റെ മുമ്പിൽ 2 വ്യഭിചരിക്കേണ്ടി വിചാരിക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെ 2 വ്യഭിചരിക്കണ കണ്ടു. ഇയാൾ പോയി പരാതി കൊടുത്തപ്പോ 4 സാക്ഷികളെ ഹാജരാക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് കിട്ടും 80 അവിടെ പുറത്ത്. 4 സാക്ഷികളെ ഹാജരാക്കി കൊടുത്താലോ വിചാരണയ്ക്ക് ശേഷം അയാൾക്ക് എന്തെങ്കിലും അഫവുകളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അയാളെ കല്ലെറിയും. അടുത്ത കാലത്തൊന്നും കല്ലെറിഞ്ഞു കൊല്ലുന്നൊരു സംഭവം ഉണ്ടായിട്ടല്ല. കാരണം അത്ര പബ്ലിക്കായി നടു റോട്ടിൽ ഇത്തരം കാര്യം ചെയ്യണേ ഒരു സാഹചര്യം വരുമ്പോ, ഒരു സമൂഹം ദുഷിക്കുമ്പോ പിന്നെ എന്താ വേണ്ടത്? അതാണ് ഇസ്ലാമിക ശിക്ഷാവിധികളുടെ കാര്യം. അതുകൊണ്ട് വളരെ ഡിബേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ലോകത്ത് ഭയങ്കര പുരോഗമന രാഷ്ട്രം അമേരിക്കയാണല്ലോ, ഭയങ്കര സംഭവം. എങ്കിൽ അമേരിക്കയുടെ ഇൻഡെക്സും, അമേരിക്കയുടെ ക്രിമിനൽ ഇൻഡെക്സും, അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ ക്രിമിനൽ ഇൻഡെക്സും എടുക്കുക നമ്മള്. എന്നിട്ട് കുറ്റങ്ങൾ എടുക്കുക. ബലാത്സംഗത്തിന്റെ തോത്, പിടിച്ചുപറിയുടെ തോത്, വയലൻസ് ക്രിമിനലുകളുടെ ക്രൈമുകളുടെ തോത് ഒക്കെ 10,000 ഇരട്ടി താഴെയാണ്. 10,000 ഇരട്ടി താഴെ. സധൈര്യം ഞാൻ പറയും, അത്രയും ശക്താണ്. അപ്പോ അത്രയും കണിശമായി പഠിപ്പിക്കപ്പെട്ട ഒരു ദർശനമാണ്, ആദർശമാണ് ഇസ്ലാം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണം പറഞ്ഞപ്പോ അവിടെ പറഞ്ഞ എന്താ അറിയോ? വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹനല്ലാതെ വേറെ ആരെയും വിളിക്കൂല. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലാൻ അനുവദിച്ചതിനല്ലാതെ കൊല്ലൂല എന്ന് പറഞ്ഞാൽ ആരാച്ചാർക്ക് കഴുത്തു വെട്ടേണ്ടി വരും. അപ്പൊ അയാൾക്കത് ഹക്കാണ് വെട്ടല്. കോടതി നിർദ്ദേശിക്കുമ്പോൾ വെട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? അതല്ലാതെ വേറൊരാൾക്കും ഒരാളെ കൊന്നാൽ തിരിച്ചു വെട്ടണത് ഇസ്ലാമല്ല. നമ്മളെ പള്ളി കയറിയിട്ട് ഒരുത്തനാണ് വെട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ തിരിച്ചുപോയി അവനെ വെട്ടിയാൽ 2 തുല്യായി, 2 കണക്കായി ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മുമ്പിൽ. മറിച്ച് കൃത്യമായത് നീതി നിർവഹണത്തിലൂടെ വിഷയം നടപ്പിലാക്കപ്പെടണം എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, രക്തത്തെ തന്നെ അന്യായമായി രക്തം ചീറ്റുന്നതിനെ ഇസ്ലാം നിഷിദ്ധമാക്കി. ഇന്ന ദിമാഉക്കും വഅംവാലുക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. എപ്പോഴായി പറയണേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 13 വർഷം ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ ശേഷം എന്തൊക്കെ കണ്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കയറുകെട്ടി വലിച്ചു, കൂർത്തുമൂർത്ത പാറകളിലൂടെ വലിച്ചു, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി, മുഖത്തേക്ക് തുപ്പിക്കൊടുത്തു. വെള്ളം കിട്ടാതെ കഫം നക്കിയെടുത്ത് അദ്ദേഹം തൊണ്ട നനച്ചു. പ്രവാചകന്റെ സ്വഹാബത്തിൽപ്പെട്ട സ്വഹാബി വനിതകളിൽപ്പെട്ട ചിലരുടെ കഴുത്തിങ്ങനെ കോഴിനറുക്കുമ്പോൾ അറുത്തു. കണ്ടുനിന്ന് പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ നാട് വിട്ടു ഹിജ്റ പോയി, നിർവാഹമില്ലാതെ നിക്കക്കള്ളില്ലാതെ. അപ്പൊ മദീനത്ത് വന്ന് വീണ്ടും യുദ്ധം ചെയ്തു, വീണ്ടും ദ്രോഹിച്ചു. എല്ലാം അതിജീവിച്ചും അതിജയിച്ചും മക്ക കീഴടക്കിയ ദിവസമായി പറയണത്, മക്കം ഫതഹിന്റെ അന്നായി പറയണത്. രക്തത്തിന് ഞാൻ കൊടുക്കുന്ന വില പരിശുദ്ധ ഹറമിന്റെ വിലയാണ്, ഈ പരിശുദ്ധ മക്കയുടെ വിലയാണ്, ഈ പരിശുദ്ധ മാസത്തിന്റെ വിലയാണ്. നിങ്ങൾ ഒരിക്കലും രക്തം ചിന്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുപോലത്തെ ഒരു മതത്തെ ലോകത്തെ ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് ചേർത്ത് കെട്ടി ആരോപിക്കുമ്പോൾ, ഇനി ആരെങ്കിലും ഒരാളുടെ പ്രസ്താവന ആ വിഷയത്തിൽ തെറ്റായിപ്പോയി എന്നുള്ള പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഇടാൻ മറക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ എവിടെ എന്ത് നടന്നാലും അതിനൊക്കെ ഇങ്ങനെ മാപ്പ് ചോദിച്ച് എരന്ന് ജീവിക്കേണ്ട ഒരു ജനതയാണെന്ന ദാഠ്യങ്ങൾക്കുമേൽ അങ്ങനെ കുനിഞ്ഞുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? വളരെ കൃത്യമായ പോളിസിയുണ്ട്. ഒരു വ്യക്തിയെ പോയി കൊല്ലണ പരിപാടിയില്ല. ഇഞ്ചിഞ്ചായി 1000 കൊല്ലപ്പെട്ടാലും അവിടെ ജിഹാദിന്റെ ഷറത്ത് ഒത്തുവരണം. ജിഹാദിന്റെ ഷറത്തിലെ ഏറ്റവും ഒന്നാമത്തെ ഷറത്ത് എന്താ? കൊടുത്തതിലേറെ വലുത് കിട്ടുമെങ്കിൽ പറ്റൂലെന്നാ. കൊടുത്തതിലേറെ വലുത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെങ്കിൽ പറ്റൂലെന്നാ ഇസ്ലാമിന്റെ അസ്ല്.
ജിഹാദിന്റെ ബാക്കി നിബന്ധനകളൊക്കെ ഒത്ത സ്ഥലങ്ങളിൽ പോലും ഈ അസ്ലാണ് യഥാർത്ഥത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, പാലിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രല്ല, ആദ്യമായി വിചാരണക്കെടുക്കുന്ന വിഷയങ്ങളിൽ അവ്വലുമായി യുഖ്ളാ ബൈനന്നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, പരസ്പരം വെട്ടിയതും കുത്തിയതും കൊന്നതും തള്ളിയതുമാണ് നാളെ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യപ്പെടുക. അതിന്റെ പേരിലാണ് തീരുമാനം ഉണ്ടാക്കപ്പെടുക. അതുകൊണ്ട് ഞാനീ പറയണത് കത്തെടുത്ത് കുത്തുന്നതിനെ കുറിച്ചും ചാവേറായി മരിക്കുന്നതിനെ കുറിച്ച് മാത്രമൊന്നല്ല. ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞു, തുടക്കത്തിൽ കേൾക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഫത്വകൾ പരിശോധിച്ചാൽ അറിയാം, ഇവിടെ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കേണ്ട റോഡാണിത്. നിങ്ങളിതിൽ 120 സ്പീഡിൽ ഓടിച്ചു, വേറെ തന്നെ വണ്ടി ഇടിച്ചു. അവിടുത്തെ വിധി ബോധപൂർവം കൊന്ന വിധിയാണ്. അവിടെ മരിച്ചു. ആ മരണം ആത്മഹത്യയാണെന്ന് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തത് കാണാൻ പറ്റും. പിന്നല്ലേ കത്തിയെടുത്ത് കുത്തുന്നതും വെട്ടുന്നതൊക്കെ. അപ്പൊ ഇസ്ലാമിൽ ചോര കൊണ്ടുള്ള കളി പറഞ്ഞാല് ഒരു ചെറിയ സാധനമല്ല, അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് നമുക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇനി നോക്കൂ നിങ്ങൾ, വിശ്വാസിയായി നിലനിൽക്കാനുള്ള ഇളവായിട്ട് അത് പഠിപ്പിക്കുന്നത് ലയസാലുൽ മുഅ്മിൻ ഫീ ഫുസ്ഹത്തി ദീനിഹി, വിശ്വാസി അവന്റെ ദീനിന്റെ അളവിൽ ഇങ്ങനെ ജീവിക്കും. മാലം യുസിബ് ദമൻ ഹറാമ, അവൻ നിഷിദ്ധമായ രക്തം ചീറ്റുന്നതുവരെ. ഈ നിഷിദ്ധമായ രക്തം എന്ന് പറയാൻ കാരണം എന്താ? ഒരാൾ ആരാച്ചാരാണെങ്കിൽ, ഗവൺമെന്റ് നിശ്ചയിച്ച ഉദ്യോഗസ്ഥനാണെങ്കിൽ അവന് കൊല്ലേണ്ടി വരും. വിചാരണയ്ക്ക് ശേഷം പ്രതിയെ കൊല്ലേണ്ടി വരും. അവന് മാത്രമാണ് ഒഴിവ് കഴിവ്, അല്ലാത്തൊരാൾക്കും പറ്റൂല. അല്ല, ജഡ്ജിക്ക് പറ്റുമോ? ഞാൻ അതുകൂടി നോക്കി. ജഡ്ജിക്ക് ഇയാളെ കുറ്റക്കാരാണ്, ജഡ്ജിക്ക് പറ്റൂല. ജഡ്ജിയല്ല ചെയ്യേണ്ട, അതിന് നിശ്ചയിച്ച ഓഫീസറുണ്ട്, അയാളാ ചെയ്യേണ്ടത്. ജഡ്ജിക്ക് പോലും തൊടാൻ പറ്റൂല. അത്ര കൃത്യമായ ക്ലാരിറ്റി ഇസ്ലാം ഈ വിഷയത്തിൽ നിശ്ചയിക്കുകയാണ്. ഇനി മാത്രല്ല, ഒരാളെ കൊല്ലിനെ കുറിച്ച് പറയാം, പ്രപഞ്ചം തന്നെ ഇല്ലാതാകുന്നതാണ് അതിലേറെ നല്ലത്. ലസവാലുദ്ദുന്യ അഹ്വനു അലല്ലാഹി മിൻ ഖത്ലി റജുലിൻ മുസ്ലിം, വിശ്വാസിയായ ഒരു മനുഷ്യനെ കൊല്ലുന്നത് എന്താ, അതിലേറെ നല്ലത് എന്താണ്? ദുന്യാവിനെ ഇല്ലാതാകലാണെന്നാണ്. അപ്പൊ കൊലപാതകത്തെ ഒരർത്ഥത്തിലും എവിടെയും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല, അതിനെ വെളുപ്പിച്ചിട്ടില്ല എന്ന് പുതിയ കാലത്തിന്റെ ഭാഷയിൽ നമുക്ക് പറയാം. ഇനി കൊന്നവന്റെ കണ്ണിൽ എഴുതിയിട്ടുണ്ടാകുന്നതാണ് അരവാക്കുകൊണ്ടെങ്കിലും കൊലപാതകത്തിന് സപ്പോർട്ട് കൊടുത്ത വ്യക്തി, അവന്റെ കണ്ണിൽ ആയിസുമിൻ റഹ്മത്തില്ലാ, നീ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശനാണെന്ന് 2 കണ്ണുകൾക്കിടയിൽ എഴുതി വെച്ചിട്ടുണ്ടാകുമെന്നാണ്. അപ്പോ ചിലതൊക്കെ രക്തസാക്ഷിത്വാണെന്നും മുസ്ലിം പ്രതിരോധാണെന്നും ഇസ്ലാമിനെ പ്രതിരോധിക്കാനാണെന്നും പറഞ്ഞ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ സ്റ്റാൻഡ് എടുക്കുമ്പോ വൈകാരികതകളിൽ നിന്നാകരുത്, വിഷയത്തെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് സ്റ്റാൻഡ് എടുക്കാൻ നമുക്ക് പറ്റണം. ഞാൻ രക്തസാക്ഷിയാകുന്നു വിചാരിച്ച് പ്രതിരോധത്തിന് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? കണ്ണിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ആയിസുമിൻ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നീ നിരാശനായിരിക്കുന്നുവെന്ന് എഴുതിയിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, 3 സ്ഥലത്ത് ഞാൻ പറഞ്ഞു മുസ്ലിം എന്ന് പ്രയോഗിക്കുന്നുണ്ടത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകാണോ? അല്ല. നോക്കൂ നിങ്ങൾ, ഒന്നുകൂടി ഞാൻ പറയാം. ബക്രത്ത് ബിൻ നുഫൈ ബിൻ അൽ ഹാരിസ് പറയാണ്, മൻ ഖതല മുആഹദൻ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും സംരക്ഷണത്തിലുള്ള അഥവാ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന കരാറിലേർപ്പെട്ട ഒരു വ്യക്തിയെ കൊന്നാൽ ലം യരി റായിഹത്തൽ ജന്ന, കൊന്നവൻ നല്ല തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും, അവന് സ്വർഗത്തിലെ ഗന്ധം പോലും കിട്ടുകയില്ല. വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി 70 ആമ, സ്വർഗത്തിന്റെ ഗന്ധം എന്ന് പറയുന്നത് 70 വർഷത്തെ വഴിദൂരം അടിച്ചു വീശെത്തുന്നതാണ്. പക്ഷേ ഒരു ചെറിയ ഗന്ധം പോലും അവന് കിട്ടുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി മൻ ഖതല മുആഹദൻ ലൻ യരിഹ് റായിഹത്തൽ ജന്ന വഇന്ന റീഹഹാ തൂജദു മിൻ മസീറത്തി 40 ആമ, 40 വർഷത്തെ ദൂരം എന്നും നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി മാത്രല്ല, ഇസ്ലാമിക രാഷ്ട്രം സംരക്ഷണം കൊടുത്ത ഒരു വ്യക്തി, ആ വ്യക്തിയെ കൈകാര്യം ചെയ്യുന്നിടത്ത് വരുന്ന വീഴ്ചയെ പറ്റി പറയണ നോക്ക് നിങ്ങൾ. GCC രാഷ്ട്രങ്ങളിലൊക്കെ ചില അറബികളൊക്കെ അവിടുത്തെ ചില വ്യക്തികളെ കൈകാര്യം ചെയ്തതൊക്കെ ഭയങ്കര കഥയും സിനിമയൊക്കെ ആക്കിയിട്ട് അല്ലെ, അതുകൊണ്ട് എങ്ങനെ ഇസ്ലാമോഫോബിയ നിർമ്മിക്കാന്ന് വിചാരിക്കണവരും പ്രചരിപ്പിക്കണവരൊക്കെ ഉണ്ടാവും. അവര് അനുബന്ധമായി കേട്ടോളണം. ആയിരക്കണക്കിന് ആളുകൾ ഗസ്റ്റുകളെ പോലെ ആ രാജ്യത്ത് ജീവിക്കണിന്റെ കാരണം എന്താ അറിയോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്ക, അലാമൻ വലമ മുആഹിദൻ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന, കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഇവിടെ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഈ രാഷ്ട്രത്തോട് ചേർന്ന് ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളെ ഒരാള് ആക്രമിച്ചു, ഔ ഇൻതഖസഹു, അല്ലെങ്കിൽ ഇത് ഞങ്ങളെ നാടാണ്, ഇവിടെ ഞങ്ങളെ ഭൂരിപക്ഷമാണ് എന്ന് പറഞ്ഞ് അവന്റെ സമ്പത്ത് കൊള്ളയടിച്ചു, ഔ കല്ലഫഹു ഫൗക ത്വാഖതിഹി, അവന് ചെയ്യാൻ പറ്റാത്ത പണി തൊഴിലാളിയായിട്ട് വിളിച്ചിട്ട് അവന് കൊടുത്തു, ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, അവന്റെ ഒരു ഇഷ്ടമില്ലാതെ അവന്റെ അടുത്ത് അവന്റെ എന്തെങ്കിലും ഒന്ന് തട്ടിപ്പറിച്ചു. 1, അവൻ ആക്രമിച്ചു. 2, അവന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തു, അല്ലെങ്കിൽ അവനെ അമിതമായ ജോലിഭാരങ്ങൾ ഏൽപ്പിച്ചു. നീ ഇവിടെ ഞങ്ങളെ കീഴിൽ ജീവിക്കണോനാടാ, അടങ്ങി നിന്നോളണമെന്ന നിലയ്ക്ക് ഏൽപ്പിച്ചു. അല്ലെങ്കിൽ അവനിൽ നിന്ന് എന്തെങ്കിലും അവന്റെ മനസ്സിന്റെ തൃപ്തിയില്ലാതെ വല്ലതെടുത്തു, ശമ്പളത്തുനിന്ന് കുറച്ചു പിടിച്ചു, ഓരോ കാരണം പറഞ്ഞിട്ട് പിടിച്ചു.
അങ്ങനെയൊക്കെ ചെയ്താൽ ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ, ഈ മനുഷ്യന് വേണ്ടി വാദിക്കാൻ വക്കീലായിട്ട് ഈ ഞാനുണ്ടാകുമെന്ന് ലോകത്തിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമോഫോബിയ ഇഞ്ചിഞ്ചായി പ്രചരിപ്പിക്കുന്നവരും ബാലൻസിംഗ് പൊളിറ്റിക്സ് കളിക്കുന്നവരും ഈ പ്രവാചകന്റെ വാക്കുകളെ ഒരിക്കൽ പോലും കേൾക്കാത്തവരാണ്, ഒരിക്കൽ പോലും അറിയാത്തവരാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും ഉറപ്പിച്ച് ഈ വിഷയത്തിൽ പറയാൻ കഴിയും, ലോകത്ത് നടക്കുന്ന ഇത്തരം ഭീകരാക്രമണങ്ങളുടെ പേരിൽ അധിക്ഷേപിക്കപ്പെടേണ്ട ഒരു സമൂഹമല്ല. 11 പോയിന്റുകൾ ഞാൻ ഇവിടെ പറഞ്ഞു. 11 പോയിന്റുകൾ കൊലപാതകത്തോടുള്ള. ഇനി വേണമെങ്കിൽ 11 പോയിന്റ് പറയാൻ പറ്റും, ഒരു ഖുതുബന്റെ ഉള്ളിലേക്ക് ചുരുക്കി പറയണല്ലോ. ഇനി നിങ്ങൾ നോക്ക്, ലോകത്ത് ഇത്തരം ഒരു കാര്യം നടന്നാൽ എന്താ സംഭവിക്കുക? തലങ്ങും വിലങ്ങും അഖ്ലാഖ് മുതൽ എത്രയോ മനുഷ്യന്മാർ കൊല ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെ? ഫലസ്തീനിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അരുങ്കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനൊന്നും ഒരു മതത്തിന്റെയും ആൾക്കൊരു പരിക്കില്ല, ഉണ്ടോ? അഫ്ഗാനിസ്ഥാന്റെ മുകളിൽ ബോംബിട്ടു, ഇറാഖിന്റെ മേലെ ബോംബിട്ടു. ഇറാഖിന്റെ മേലെ ഫേക്ക് ആയിട്ടുള്ള, തികച്ചും വ്യാജമായിട്ടുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊന്നു. നീ എന്റെ തോക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 5 ഉറുപ്യ കൊണ്ടാ, നീ ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ 5 ഉറുപ്യ കൊണ്ടാ, നിന്റെ ഭർത്താവിനെ കൊല്ലാനുള്ള വെടിയുണ്ടയുടെ തുകയാണെന്ന് പറഞ്ഞ് അമേരിക്കൻ പട്ടാളം ഇറാഖിലെ യുവതികളിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. കൊടുക്ക്, നീ 5 ഉറുപ്യ കൊടുക്ക്, ഞാൻ മരിച്ചോട്ടെ, എന്റെ മുന്നിൽ നീ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയേണ്ടി വന്ന മനുഷ്യരുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, അവർക്കൊന്നും മതത്തിന്റെ ലാബിലില്ല. ആ യുദ്ധത്തിന് ആ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ജോർജ് ബുഷ് കുരിശിന്റെ അരികിൽ നിന്നിട്ട് കുരിശ് വാർ സെക്കൻഡ് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ലോകത്ത് ചർച്ച വന്നപ്പോ അത് പതിയെ പിൻവലിച്ച് അത് കിട്ടാത്ത വിധം പിന്നെ പബ്ലിക് ഡൊമൈനുകളിൽ നിന്ന് അത് ഒളിപ്പിക്കുകയാണ് ചെയ്തത്. എന്തേ? അവിടെ ഒരു ക്രിസ്ത്യാനിക്ക് അതിന്റെ പേരിൽ ഭയപ്പെടേണ്ടി വരാതിരുന്നത്. എന്റെ താടി കാണുമ്പോ ആളുകൾക്ക് ഒരു പ്രത്യേകം ഭയം തോന്നുന്നത് എന്താ? മുടി കാണുമ്പോ തോന്നാത്തത് എന്താ? ഇത് കൃത്യമായ നമ്മുടെ ചായക്കട ചർച്ച മുതൽക്ക് പാർട്ടി ഓഫീസുകളിലെ ചർച്ച വരെ, ഭരണസിരാകേന്ദ്രങ്ങൾ വരെ ഉയർത്തേണ്ടതാണ്. അതാണ് ഈ കാലഘട്ടത്തിന്റെ ജിഹാദ്. അങ്ങനെ കുനിഞ്ഞു കൊടുക്കേണ്ടവരല്ല നമ്മള്, വികാരപരമായി ഇടപെടേണ്ടവരുമല്ല നമ്മൾ. വിവേകത്തിന്റെ വഴി സ്വീകരിക്കണം. നോക്കൂ നിങ്ങൾ, ഞാൻ ചില കണക്കുകൾ പറയാം, വളരെ സിമ്പിളായിട്ട് 2 മിനിറ്റിന്റെ സെർച്ചിൽ നിന്ന് ഞാൻ എടുത്ത ചില കണക്കുകൾ പറയാം. 1995 ഒക്ലാഹോമ സിറ്റി ബോംബിംഗ് US നടന്നതാണ്. ഇതിന്റെ പ്രതികളായിട്ട് ആരെയാണ് ആദ്യം പറഞ്ഞത്? മുസ്ലിങ്ങളെ ആയിരുന്നു. പിന്നീട് വെളിപ്പെട്ടതെന്താ? ടീമോത്തി മക്ബി എന്ന് പറയുന്ന ഒരു വെള്ളക്കാരൻ എക്സ്ട്രീമിസ്റ്റ് ക്രിസ്ത്യാനിയാണ് ഇത് ചെയ്തത് എന്ന് തെളിഞ്ഞു. 168 ആളുടെ മരണം മുസ്ലിങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ച് മീഡിയ ആഘോഷിച്ചു. എത്ര എണ്ണം വേണം? 2011 നോർവേ ആക്രമണങ്ങൾ ഇസ്ലാമിക ഭീകരർക്ക് നേരെയായിരുന്നു ആദ്യം ഉന്നയിച്ചത്. പക്ഷേ പിന്നെ ആൻഡേഴ്സ് ബ്രോയിക് എന്ന് പറയുന്ന വലതുപക്ഷ ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു ഇതിന്റെ പ്രതി എന്ന് പിന്നീട് ലോകം കണ്ടെത്തി. അത് പതുക്കെ ചരമക്കോളത്തിലേക്ക് മാറും. ഇനി 2006 മുംബൈ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇന്ത്യയിൽ നടന്ന ട്രെയിൻ ആക്രമണങ്ങൾ, ഗുജറാത്ത് കലാപത്തിന്റെ കാരണമായി പറഞ്ഞ വിഷയങ്ങൾ ലഷ്കർ-എ തോയ്ബക്കും ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കും കൊടുത്തെങ്കിലും പുതിയ ഫിലിം വന്നപ്പോ വീണ്ടും പഴയ അധ്യായങ്ങൾ എടുത്ത് ചർച്ച ചെയ്തപ്പോ നമ്മൾ കണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. ഇനി ജർമ്മനിയിലെ ക്രിസ്ത്യൻസിന്റെ എന്താ പറയാ, അവരുടെ ക്രിസ്മസ് ആഘോഷ പരിപാടികളിലേക്ക് വണ്ടിടിച്ചു കയറി. പേര് മുസ്ലിമിന്റെ പേരാണ്. ഭയങ്കരമായി ഇവിടെ ക്രിസ്ത്യൻ സംഘപരിവാര സംഘങ്ങൾക്കൊപ്പമുള്ള ക്രിസംഗി സമൂഹം അവര് പറഞ്ഞു മുസ്ലിങ്ങളാണ് ഇതിന്റെ ആളുകൾ എന്ന്. പക്ഷേ BBC പുറത്തുവിട്ട ഡോക്യുമെന്ററിയിലൂടെ, പബ്ലിക് ഡൊമൈനിൽ ഡയലോഗുകളിലൂടെ നമുക്കത് തെളിയിക്കാൻ പറ്റിയ അടുത്ത മിനിറ്റുകളിൽ നമ്മൾ തെളിയിച്ചു. എന്താ? BBC ആണ് നമ്മുടെ ഇത്. അതല്ലാതെ ഏതെങ്കിലും ആൾ പറഞ്ഞല്ല. BBCയിൽ ഇയാൾ സ്വയം പറയുന്ന വീഡിയോ നമ്മൾ പുറത്തുവിട്ടു. ഇയാൾ ആരാ? എക്സ് മുസ്ലിമാണ്, ഇസ്ലാം വിട്ടാളാണ്. എന്താ ഇയാൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? ജർമ്മനിയിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു, അതുകൊണ്ടാണെന്നാ പറഞ്ഞ്. ഇങ്ങനെ നമുക്ക് എത്രയെത്ര സംഭവങ്ങൾ കിട്ടാനുണ്ട്, എത്രയെത്ര സംഭവങ്ങൾ. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇഷ്ടം പോലെ കാര്യങ്ങൾ, അല്ലെ? നീസ് ട്രക്ക് ആക്രമണം. ഒരു ട്രക്ക് 900 ടണ്ണ് ഭാരമുള്ള ഒരു ട്രക്ക് കൊണ്ടുപോയിട്ട് ആളുകളെ ഇടിച്ചു കൊന്നു. ഇതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കണം. എന്താ? അത് ISന്റെ അറ്റാക്ക്, ഒരു മുസ്ലിമിന്റെ അറ്റാക്ക് എന്നാണ്. ISന്റെ അറ്റാക്ക് ആയിരിക്കും. കാരണം IS ഇസ്ലാം അല്ല. ISന്റെ കൂടെ ജീവിച്ച പിന്നീട് പുറത്തു വന്ന ആളുകൾ പറഞ്ഞിട്ട് അവർ ഖുർആൻ ഓതുന്നത് നിസ്കരിക്കണം ഞങ്ങൾ കണ്ടിട്ടില്ല, അല്ലേ? വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവനാരാ? ഈ അറ്റാക്കിന് പോണതിന്റെ മുമ്പ് അവന്റെ മുഹമ്മദ് ബഹ്ലൂൽ എന്ന് പറയുന്ന വ്യക്തി അവന്റെ ഹോട്ടല് കച്ചവടം ചെയ്ത്, ബാർ ഹോട്ടൽ കച്ചവടം ചെയ്തിട്ടാ പോകുന്നത്. ബാർ ഹോട്ടൽ നടത്തുന്ന ഒരാൾക്ക് അങ്ങനെ മുസ്ലിമായി ഭയങ്കര ജിഹാദ് നടത്തേണ്ട ആവശ്യം ഉണ്ടാകുമോ? അപ്പോ ലോകത്ത് നടക്കുന്ന ഇത്തരം അറ്റാക്കുകൾ മുഴുവൻ ഇസ്ലാമിന്റെ പരടിയിൽ വെച്ച് കെട്ടുന്ന ഒരുതരം സമീപനാണ് നടക്കുന്നത്. ഇനി അറ്റാക്കുകൾ മുസ്ലിങ്ങളെ പക്ഷത്തു നിന്നല്ലെങ്കിലോ? നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ തന്നെ എറണാകുളം ഭാഗത്ത്
ഒരു സംഭവം ഉണ്ടായി അല്ലെ, പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. ഒരു ക്രിസ്ത്യൻ പാർട്ടിയിൽ എന്ത് ചെയ്തു, ഒരു ക്രിസ്ത്യാനികളുടെ ഒരു യോഗത്തിൽ ഒരു അറ്റാക്ക് ഉണ്ടായി. നമ്മളെ മീഡിയ എന്താ ചെയ്തത്? മീഡിയ പെട്ടെന്ന് ആദ്യം ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ വന്നിട്ട് പറഞ്ഞു അത് ഒരു ഭീകരാക്രമണമാണ്. അടുത്തത് പറഞ്ഞു അത് ഹമാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോഴേക്ക് നമ്മുടെ പോലീസ് തെരഞ്ഞു. കണ്ണൂര് ഒക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. ഈ വിഷയം ഓരോന്നും ക്ലിപ്പിട്ട് വീഡിയോ സഹിതം ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായി നമ്മളൊക്കെ ചെയ്ത വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. എന്താ, ഒരു ചങ്ങാതി, അത്യാവശ്യം നല്ല താടിയൊക്കെ ഉള്ള ഒരു ചങ്ങാതി, അവനവിടെ അങ്ങനെ നിൽക്കുമ്പോ ഒരു ബംഗാളിയാണ്, പോലീസ് അവന്റെ പിന്നാലെ, പോലീസ് വലയത്തിൽ നിരീക്ഷണത്തിൽ. വാർത്ത വന്നു. ഇവന്റെ നീണ്ട താടിയും തൊപ്പിയും കണ്ടപ്പോഴേക്ക് പോലീസിന് ഇവൻ ഇരയാണെന്ന് തോന്നി. അത് കഴിഞ്ഞ് പെട്ടെന്ന് വേറെ ഒരു കേസിൽ നീണ്ട വർഷങ്ങൾ ജയിലിൽ കിടക്കുകയും എന്നിട്ട് കോടതി കുറ്റമുക്തനാക്കുകയും ചെയ്ത വ്യക്തിയെ പോലീസ് പോയി അറസ്റ്റ് ചെയ്തു. എന്താ, ഇവനാണ് ഇതിന്റെ ആളെന്ന് പറഞ്ഞിട്ട്. അടുത്ത മണിക്കൂറിലാണ് ചെയ്ത വ്യക്തി അയാളുടെ മതവും ജാതിയൊക്കെ വ്യക്താക്കേണ്ടി വന്നത്. അപ്പോഴോ അത് പിന്നൊരു പ്രശ്നമല്ല, അത് ഭീകരാക്രമണമല്ല. അതുവരെ ഹമാസ്, ISIS ഭീകരാക്രമണം, പിന്നെ അത് പതുക്കെ പോയി. പിന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും ആളുകൾ കൊല ചെയ്യപ്പെട്ട വാർത്ത എവിടെയില്ല. പിന്നെ ചരമക്കോളത്തില പിന്നെ വാർത്ത വന്നത്. ബൈക്കിടിച്ച് ആരോ മരിച്ച ലാഘവത്തോടെ, വെച്ചുകുത്തി മരിച്ച ലാഘവത്തോടെ വന്നത്. ഇസ്ലാമോഫോബിയ ഒരു ജനതക്കുമേലുള്ള കയ്യേറ്റമാണെങ്കിൽ അതൊരു ജനതക്ക് മാത്രമല്ല ബാധിക്കുക, ഒരു നാടിനെ മൊത്തം ബാധിക്കും. ഇത് നമ്മുടെ നാട്ടിൽ, നമ്മളെ കേരളത്തിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്, നമ്മളെ കാലത്ത് നടന്ന കാര്യമാണ് ഈ പറയുന്നത്. ആ വാർത്ത ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? നിരപരാധികളായ എത്ര മനുഷ്യർ ഇപ്പോഴും സെല്ലുകളിലുണ്ട്. നിരപരാധികളായ മനുഷ്യരെ സെല്ലിലിടുമ്പോ അവർക്ക് ശബ്ദം ഉയർത്താൻ പോലും ആരുമില്ലാതെ പോകുന്നതിന്റെ കാരണം എന്താ? അങ്ങനെ പറയണോ കുടുങ്ങും, പറയണോനെ ലോക്ക് ചെയ്യുന്നുള്ള പേടിയാണ് അല്ലെ? ആ പേടി നമുക്ക് ആവശ്യമല്ല. പക്ഷേ ആ പേടി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിവേകങ്ങളിലേക്കും മതവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും പോകേണ്ടതുമില്ല. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഓരോന്നും അതത് സമയത്ത് വിശകലനം നടത്തുകയും അതിന്റെ ശരിതെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും ചെയ്താൽ തന്നെ നമ്മളെ അതിജീവനത്തിലൊരു നല്ല മൊഡ്യൂളാണത്. വഖഫ് വന്നു, വഖഫിന്റെ കറക്റ്റ് എന്താണ് ഓരോന്നും. ഇപ്പൊ ഇന്നലെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരിലൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിൽ RSS ഉന്നയിക്കുന്ന 11 കളവുകൾ ഓരോന്നും തെളിവ് വെച്ച് നമ്മൾ പൊളിച്ചു. അതെന്തിനാ? വരും തലമുറക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അവര് ഓരോന്ന് ഉന്നയിക്കണ കുട്ടി പാകിസ്ഥാൻ, ഒരു പാകിസ്ഥാനോളം വലുപ്പമുള്ള സ്ഥലം കേരളത്തിന്റെ ഉള്ളിൽ, ഇന്ത്യന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് വഖഫായിട്ട്. ഇങ്ങനെയുള്ള വ്യാജമായ പ്രചാരണങ്ങൾ, ഇതൊക്കെ ക്ലാരിറ്റി വരുത്തേണ്ടത് നമ്മുടെ ഇതര സമുദായത്തിലെ സുഹൃത്തുക്കൾ അവര് ഇസ്ലാമിനെ ഭയപ്പെടുന്നവരാകാതിരിക്കാൻ ആവശ്യമാണ്. അപ്പൊ ആ വഴിയിൽ വിവിധ പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന നാളെയും മറ്റന്നാളായിട്ട് പാലക്കാട് വെച്ച് പീസ് റോഡിൽ ബിസിനസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതോടൊപ്പം എല്ലാ ശനിയാഴ്ചയും നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ഇപ്പൊ നമ്മൾ നടത്തി വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്ക് വരാൻ പോകുന്ന ചതിക്കുഴികൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ്. 2-3 ക്ലാസ് കൂടെ കഴിഞ്ഞു. രാവിലെ 6:30 മുതൽ 7:30 വരെയാണ്. ഏകദേശം ഒരു 6:30 തന്നെ കുട്ടികളൊക്കെ എത്തും. ഒരു 10 മിനിറ്റ് വൈകിയ ക്ലാസ് അവസാനിപ്പിക്കുന്നത് ഒരു 10 മിനിറ്റ് വൈകും. നമ്മളെ ഒക്കെ ഏകദേശം ഒരു 6:30 കുട്ടികളൊക്കെ എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ അതൊക്കെ അവർ ഇഷ്ടമാണ്, അത് അവർ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നതിന് പകരം ഒന്ന് നിർബന്ധിച്ച് കുട്ടികളെ പറഞ്ഞയക്കണം. പുതിയ കാലാണ്, പുതിയ സാഹചര്യമാണ്. അപ്പൊ അത് കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് വ്യക്തത വരുത്തി കൊടുത്താൽ നമുക്ക് എവിടെയും വിടവരെ ഒരു പ്രശ്നമില്ലാതെ വിടാം. ആ കാര്യം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകണം എന്ന് ഈ ഘട്ടത്തിൽ ഉണർത്തുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. وصلى الله